ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ വണ്ടൂർ ഓർഫനേജ് ഹൈസ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളാണ്. ഞങ്ങളുടെ ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു ഇവിടെ വണ്ടൂർ കാരക്കപ്പറമ്പ് ഒരു ഗാന്ധി ഭവൻ എന്നൊരു വൃദ്ധസദനമുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കാലമായി ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് സന്ദർശിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം ഒത്തു വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സ്കൂൾ ബസ്സിലാണ് ഞങ്ങൾ പോണത്. ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഡും കേക്കൊക്കെ വാങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗാന്ധി ഭവൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നല്ലവരായ നാട്ടുകാരെ, ഇപ്പോൾ ഈ ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞത് അവർ നിൽക്കുന്ന ആ വീട്, അതൊരു വാടക കെട്ടിടത്തിലാണ് അവർ നിൽക്കുന്നത്. അവർക്കിപ്പം സ്വന്തമായിട്ടൊരു കെട്ടിടമൊന്നുമില്ല. അവർക്ക് പരമാവധി സഹായങ്ങൾ എത്തിക്കുക. അവർക്ക് ഒരുപാട് സഹായങ്ങൾ വേണം. ഒരു നേരത്തെ ഭക്ഷണമായാലും അവരുടെ ഡ്രസ്സായാലും അവരുടെ നോക്കുന്ന അവരെ പരിചരിക്കുന്ന അവിടുത്തെ ആൾക്കാരായാലും അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായങ്ങളാണെങ്കിലും അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് അടക്കം അവിടെ ടോട്ടലി 21 ആൾക്കാരാണ് ഉള്ളത്. ബാക്കി വീഡിയോ എല്ലാവരും കാണട്ടോ. ഇനി ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കൂടെ പാട്ടും പറച്ചിലുമായിട്ട് അവരുടെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം ഉണ്ടാവും. വലതു വശത്തുള്ള കസേര നമുക്ക് ഇവിടുത്തെ ഇമേജിൽ കൊടുക്കാം. ബാക്കി കസേരകൾ ഈ കസേര തയ്യുന്നില്ലെങ്കിൽ നമ്മൾ ബാക്കിൽ അവസരമുണ്ട്. എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഈ ഒരു കൂടിക്കളി സാറിനോട് പ്രത്യേക ആദരവ് കാണിക്കുന്നു. നമ്മൾ കുറേ ദിവസങ്ങളായി ഞങ്ങളെ കുട്ടികൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ സ്ഥാപനം ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പല തിരക്കുകൾ കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വളരെയധികം സന്തോഷത്തോടെയാണ് ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായത്. കുട്ടികളോട് പറഞ്ഞപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചു. ഇങ്ങനൊരു സ്ഥാപനത്തിലേക്ക് വരാൻ ഇവിടെയുള്ള അമ്മമാരെയും സഹോദരിമാരെയും അച്ഛൻ തിരക്കാണ് എങ്കിലും കുട്ടികളോട് ഇങ്ങനെ ആവശ്യം പറഞ്ഞപ്പോൾ അവർ വളരെയധികം താല്പര്യത്തോടെ ആളുകൾക്കും അതുപോലെ തന്നെ ഇവിടെ ഇവരെ പരിചരിച്ച് സ്നേഹിച്ച് സാന്ത്വനം നൽകി നിൽക്കുന്ന എല്ലാവരോടും ഞങ്ങൾ വളരെയധികം കൃതജ്ഞത കാണിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ അടുത്ത് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും ഒന്നും കൂടി സ്വാഗതം ഞാൻ പറയുകയാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാവരെയും നമുക്ക് ശരിക്കും പരിചയപ്പെടാം. നല്ല 1-2 പാട്ടോ പ്രോഗ്രാമോ ഒക്കെ നടത്തിയിട്ടുണ്ട്. സന്തോഷത്തോടെ താല്പര്യവും വാത്സല്യവും ഉണ്ടായിരുന്ന ഒരാളാണ് തുറല്ലൂർ സോമരാജൻ സാർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല തൊഴിലുകളും പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് സാധാരണ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറാറില്ലേ, അങ്ങനെയുള്ള ബസ് സ്റ്റോപ്പിൽ ഷെഡിൽ ഒരമ്മ അവിടെ ഉണ്ടാവുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ആളുകൾ കൊടുക്കുന്നതൊക്കെ വാങ്ങി കഴിച്ച് ഒരമ്മ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ അമ്മ ഒരു ദിവസം ഈ സാറിനോട് ചോദിച്ചു, അല്ല മോനെ എന്നെ ഒന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് താമസിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീടായിരുന്നു. ആ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങി. പിന്നീട് കുറേയേറെ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്കൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പല ആളുകളുടെയും സഹായത്തോടു കൂടി ചെയ്തു. പിന്നീട് ഒരു വാടക വീട്ടിലേക്ക് എത്തി. ആ വാടക വീട് 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമി വളരെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് വളരെ റിമോട്ടായിട്ടുള്ള വളരെ ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. നിങ്ങളിങ്ങനെ വെയിലും ചെയ്ത് നിൽക്കുമ്പോൾ എനിക്കൊരു വലിയ വിഷമം. കുട്ടികളും ഇനി എൻ്റെ അടുത്ത
ബർത്ത്ഡേ അവിടെ വെച്ച് ആഘോഷിക്കാം എന്ന് വിചാരിച്ച് കൂട്ടങ്ങളാവുമ്പോൾ ചെറിയ കാര്യങ്ങൾ നടത്താൻ കഴിയും. അപ്പോൾ നമുക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവട്ടെ. ഇത്രയുമാണ് നമ്മുടെ ഈ ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് സ്വാഗതം പറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരി പ്രിയപ്പെട്ട മാഷ്. അപ്പൊ ഈ പ്രായത്തിൽ തന്നെ ഇത്തരം സന്ദർശനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ നമ്മൾ വീക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരോട് സഹാനുഭൂതിയുള്ളവരായിട്ട് നമ്മളും വളരുകയാണ്. ഇന്ന് ഇവിടെ വന്നത് കൊണ്ട് നമുക്കറിയാം ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ട്. ചെമ്പനീർ പൂവേനി അങ്ങേതോരു രാവിൽ നീലവാനിൽ വിരിഞ്ഞൻ കൺമുന്നിൽ നീ ചിമ്മി. ചെമ്പനീർ പൂവേനി അങ്ങേതോ ഉറുമ്പിപ്പെണ്ണേ താരോരി വാഴോ താഴോട്ടൊന്നു വാഴോ കണ്ടിരിത്തിരി താഴോ അഴകപ്പെട്ട പെണ്ണെ കറുകറുമ്പി പെണ്ണെ തോട്ടോളി പഴപ്പെട്ട പെണ്ണേ. അറിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞോറിയാനുഗ്രഹം ചെറിയതാണെന്റെ തമ്പുരാനെ. നേരം അറിയാതെ പിയച്ചു ഞാൻ നടന്നേ നേർവഴി കാട്ടി പിയവെല്ലാം തോരുത്തിരണേ. അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു, അവരുടെ കൂടെ ഫോട്ടോ എടുത്തു, ചിരിച്ചു കളിച്ചു, പാട്ടുപാടി. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും മാക്സിമം അവിടെ എത്തിക്കാൻ ശ്രമിക്കും. ഇനി അവരുടെ നിൽക്കുന്ന വീടുകളൊക്കെ ഞങ്ങളൊന്ന് കയറി കണ്ടു, എല്ലാ റൂമുകളും കണ്ടു. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ, പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. എടാ നോക്കണ്ടോ? പത്തനാപുരം കൊല്ലം നിങ്ങൾ ബോയ്സിനെ അറിയാം.